എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അനഘ. ഞാനിന്ന് വളരെ റെലവൻ്റ് ആയിട്ടൊരു ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുൾ കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒത്തിരി ലാഗ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2x സ്പീഡിലെങ്കിലും കാണാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നമ്മൾ ഈ ഒരു മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ ഒരു ജേർണി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൾച്ചർ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. സത്യത്തിൽ ഒരു കോവിഡിന് ശേഷം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് ഒരു കോൺഫിഡൻസിന് വേണ്ടിയാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതങ്ങനെ തന്നെയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിപ്പോൾ മേക്കപ്പ് ഇല്ലാണ്ട് ഒരു 2020 മുന്നൊക്കെ ആണെങ്കിൽ മേക്കപ്പ് ഇല്ലാണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കുറവ് തോന്നുന്നുണ്ടെന്ന് വിചാരിക്കാം. ഒരു 10ൽ ഒരു 5 അല്ലെങ്കിൽ 6 ആയിരുന്നു നമുക്ക് അപ്പോഴത്തെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തു, മേക്കപ്പ് ഒക്കെ ചെയ്തു, അങ്ങനെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ 8 or 9 ആണെന്ന് വിചാരിക്കാം. 8 or 9, 10ൽ നല്ല കോൺഫിഡൻസ് ആണ് അല്ലേ. പക്ഷേ ഇപ്പം എന്താ പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മേക്കപ്പോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക്, എസ്പെഷ്യലി ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയെ ശരിക്കും ഒരു അഡിക്ഷൻ പോലെയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് മേക്കപ്പോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ ഇല്ലാണ്ട് പുറത്തിറങ്ങുമ്പോഴത്തെ കോൺഫിഡൻസ് 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ആ ഒരു ലെവലിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. പണ്ട് അത് 5 or 6 ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് 0 അല്ലെങ്കിൽ 1, 2 ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ബെയർ ഫേസ് കാണിക്കാനുള്ള കോൺഫിഡൻസ് കുറഞ്ഞാണ് വരുന്നത് മേക്കപ്പിൻ്റെയും സ്കിൻ കെയറിൻ്റെയും ഇൻഫ്ലുവൻസ് കാരണം. ഇത് മൊത്തത്തിൽ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പണ്ടൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മേക്കപ്പും അല്ലെങ്കിൽ അതുപോലത്തെ ഹാർഷായിട്ടുള്ള കെമിക്കൽസും മുഖത്ത് യൂസ് ചെയ്യുന്നത് കൂടുതൽ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ആഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഈ മോഡൽസ്, അങ്ങനത്തെ ആൾക്കാരായിരുന്നു. അവർ അങ്ങനത്തെ ഹാർഷ് കെമിക്കൽസ് മുഖത്ത് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്കതിന് ഒരു റിസൾട്ട് കിട്ടിയിരുന്നു. അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് അവർക്കതിന് റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ സാധാരണ ആൾക്കാർ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സ്കിൻ വേഴ്സായി വരികയാണ്. എന്നിട്ട് നമുക്കതിന് ഒരു ബെനിഫിറ്റും കിട്ടണില്ല. നമുക്ക് ആരും പൈസ കൊണ്ട് തരുന്നില്ലല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകാമെന്നല്ലാണ്ട് ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ വേറെ നമുക്ക് ബെറ്റർ റിസൾട്ടൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് മേക്കപ്പ്. സ്കിൻ കെയറിനെ ഞാൻ അങ്ങനെ പറയില്ല. സ്കിൻ കെയറും ഇറ്റ്സ് ലൈക്ക് എ ബിസിനസ്. ഇപ്പോൾ എല്ലാതും ബിസിനസ്സാണ്. സ്കിൻ കെയർ ഒക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ്. ഒരാളുടെ മുഖത്ത് ഇത്ര പ്രൊഡക്ട്സ് ഇടേണ്ട ആവശ്യമുണ്ടോ സത്യത്തിൽ? ഇപ്പോൾ നമ്മളൊരു മുഖം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ, അത്രയാണ് പിന്നെയും ആവശ്യം ഉണ്ടാവുള്ളൂ. എനിക്കിതിൻ്റെ ഒരു ക്ലിയർ എക്സാമ്പിൾ പറയാൻ പറ്റുക എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഞാനും എൻ്റെ ചേച്ചിയും തമ്മിൽ ഒരു 5-6 വയസ്സിന് വ്യത്യാസമുണ്ട്. ഞാൻ ചെറുതായിട്ടൊക്കെ ആണെങ്കിലും സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആളാണ്. ഒരു ഫേസ് വാഷ് ആൻഡ് മോയ്സ്ചറൈസർ, അതാണ് കേട്ടോ മാക്സിമം. അതിനും കൂടുതലായിട്ടുള്ളതൊന്നും ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോഴൊക്കെ അത്യാവശ്യം കുറച്ച് മേക്കപ്പ് ഇടാറുണ്ട്. വല്ലാണ്ട് ലെയർ ചെയ്യാറില്ല, എന്നാലും ചെറുതായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. എൻ്റെ ചേച്ചി എന്തുകൊണ്ടോ എനിക്ക് തോന്നും ഇപ്പോഴത്തെ ഒരു ജനറേഷനിലേ പെട്ട ആളല്ലാന്ന്. ആൾക്ക് സ്കിൻ കെയറും ഇല്ല, മേക്കപ്പും ഇല്ല, ഒന്നുമില്ല. നല്ല ഫുഡൊക്കെ നല്ലോണം കഴിക്കും, വെള്ളമൊക്കെ കുടിക്കും, അത്ര തന്നെയുള്ളൂ. പക്ഷേ ആളുടെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേലും വളരെ സോഫ്റ്റാണ്. എസ്പെഷ്യലി മുഖത്തൊക്കെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. ബേബി സോഫ്റ്റ് സ്കിൻ എന്ന് പറയില്ല, അതുപോലെയാണ്. എൻ്റെ അത്ര സോഫ്റ്റ് അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ലതായി വരുന്നതിന് പകരം കുറച്ചും കൂടി അതിന് നമുക്ക് ഒരു ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ സ്കിൻ കെയർ ഇല്ലാണ്ട് നമ്മുടെ സ്കിൻ ബെറ്റർ നന്നാവേ ഇല്ല എന്നുള്ളൊരു നമ്മൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു അഡിക്ഷൻ പോലെയാണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്ട്രെസ് വരുമ്പോൾ ഒരു തെറാപ്പി പോലെ സ്കിൻ കെയർ ചെയ്യും, അപ്പോൾ എനിക്ക് ഭയങ്കര റിലാക്സേഷൻ ആണെന്ന്. അതുപോലെ ഇപ്പോൾ നമ്മളൊരു സ്ട്രെസ് വരുമ്പോൾ സിഗരറ്റ് വലിക്കുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ കിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇതും ഒരു കൈൻഡ് ഓഫ് അഡിക്ഷൻ തന്നെയാണ്. ഇപ്പോൾ മൊബൈലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ഒരു സന്തോഷം കിട്ടും. റീലൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഡോപ്പമിൻ കൂടും, അപ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷൻ കിട്ടും. പക്ഷെ ആ കൂടിയത് അങ്ങനെ തന്നെ കുറയും ചെയ്യും. അതുപോലെ തന്നെയാണ് മേക്കപ്പ് ഇട്ടിട്ട് നമുക്ക് മേക്കപ്പ് ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഒരു ആക്ടിങ് വർക്ക്ഷോപ്പിൽ പോയി. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ വർക്ക്ഷോപ്പാണ്. ഭയങ്കര ടയേർഡാവും. കുറച്ച് എന്താ പറയുക, നമ്മൾ ഭയങ്കര ഭംഗിയിലൊക്കെ പോയിന്നുണ്ടെങ്കിലും വൈകിട്ടാകുമ്പോഴേക്കും ആ ഭംഗിയൊന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരൊരു ഫോട്ടോ എടുത്തു, സെൽഫി എടുത്തു. അപ്പോൾ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സെൽഫി എടുത്തിട്ട് അതിൻ്റെ മുഖം കണ്ടപ്പോൾ അത് നാഗവല്ലി കയറിയ പോലെയെന്ന് പറയുന്നത്. ഇങ്ങനെ ഫുൾ അയ്യോ ആകെ പാനിക്കായി. എൻ്റെ മേക്കപ്പൊക്കെ പോയി, എൻ്റെ ലിപ്സ്റ്റിക് പോയി, എൻ്റെ ലിപ്സ്റ്റിക് ഇല്ലാണ്ട് എന്നെ കാണാൻ ഒരു ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് ആദ്യം രണ്ടാമത് പോയി ബാഗിലൊക്കെ മേക്കപ്പും സ്കിൻ കെയറും സാധനങ്ങളൊക്കെ ഉണ്ട്, പോയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സെറ്റായി വന്നപ്പോഴാണ് ആൾക്കൊരു ആശ്വാസമായത്. അതുവരെ എന്തോ വെപ്രാളം പിടിച്ചിട്ട് ശരിക്കും ഭയങ്കര ഒരു പാനിക്കായ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു.
അത്രയും ഒരു അഡിക്ഷനാണ് ഇപ്പം നമുക്ക് മേക്കപ്പിനുള്ളത്, എസ്പെഷ്യലി ലിപ്സ്റ്റിക്കിനുള്ളത്. ഇപ്പം നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര ബ്രാൻഡ്സാണ് ലിപ്സ്റ്റിക്ക് ഇറക്കുന്നത്, സ്കിൻ കെയർ ഇറക്കുന്നത്. സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഓരോ പാർട്ടിനും ഓരോ ക്രീമാണ്. ഇത്രയും ക്രീമുകൾ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം സത്യത്തിലുണ്ടോ? നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഒരാളൊരു ക്രീം ഇറക്കുമ്പോൾ അടുത്ത ആൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അതിനേലും ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ട് ബെറ്റർ ഇൻഗ്രീഡിയൻസ് ആണ്, അങ്ങനെ വേണം, നിങ്ങൾക്ക് ഏജിങ് കുറയ്ക്കാൻ റെറ്റിനോൾ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഫീഡ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്ട്സ് വിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ അതിൽ വീഴും ചെയ്യും. അതിന് വേണ്ടിയിട്ട് എത്രയാണ് സമയവും അതുപോലെ പൈസയും ചിലവാവുന്നത് എന്നുള്ളത് നമ്മൾ അറിയില്ല. ഇതിൽ നിന്ന് എന്താണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ ഇങ്ങനെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയില്ല, നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ അറിയില്ല. നമ്മുടെ കൺസ്യൂമർ കൾച്ചർ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും ഓൺലൈനായിട്ട് കിട്ടും, ആവശ്യത്തിന് പൈസയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കൾച്ചറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് ഈ കുത്തക മുതലാളിമാർ ശ്രമിക്കുന്നത്. നമ്മൾ അതിൽ വീഴാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിജയം. അന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യേണ്ട, ബെയർ ഫേസ് ആയിട്ട് തന്നെ എല്ലായിടത്തേക്കും പോകണം, അങ്ങനെയല്ല ഞാൻ പറയണത് എൻ്റെ അർത്ഥം. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും മേക്കപ്പ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാ ദിവസവും ലിപ്സ്റ്റിക് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു നിലയിലേക്ക് നമ്മൾ എത്താണ്ട് നമ്മൾ തന്നെ ഒന്ന് ട്രൈ ചെയ്യണം. ഇത് ശരിക്കും ഒരു അഡിക്ഷൻ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ടിട്ടാണ് നമ്മളെ കുട്ടികൾ പഠിക്കുക അല്ലേ. അപ്പോൾ അവരുടെ മുന്നിൽ നിന്നിട്ട് നമ്മൾ എവിടേക്ക് പോകുമ്പോഴും മേക്കപ്പ് ഇടാണ്, എവിടേക്ക് ഇറങ്ങുമ്പോഴും ലിപ്സ്റ്റിക് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളും അത് കണ്ടിട്ട് പഠിക്കും. അവരും വിചാരിക്കും ഞങ്ങളെ കാണാൻ ഭംഗിയാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടാലേ പറ്റുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളെ മാത്രമേ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കൂടെയുള്ള കുട്ടികൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതും അവർക്കൊരു ഇൻഫ്ലുവൻസ് ആവും. കുറച്ച് ദിവസം മുന്നേ ഒരു ന്യൂസ് കണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുട്ടി ലിപ്സ്റ്റിക് ഇട്ടിട്ട് ആ കുട്ടിക്ക് എന്തോ ഒരു അലർജി വന്നു. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ പറഞ്ഞു ലിപ്സ്റ്റിക് ഈ കുട്ടി ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ പേരൻസ് അത് പറഞ്ഞ് നിർത്തി. പക്ഷേ കുട്ടിക്ക് ലിപ്സ്റ്റിക് ഇത്ര ഇഷ്ടമായത് കൊണ്ട് എന്ത് ചെയ്തു, ബാഗിൽ അറിയാണ്ട് വെച്ചിട്ട് കൊണ്ടുപോയിട്ട് പിന്നെയും എന്നും ഇടാനായിട്ട് തുടങ്ങി. അങ്ങനെ കുട്ടിക്ക് എന്തോ അസുഖം വന്നിട്ട് ആ ലിപ്സ്റ്റിക് ഇട്ടത് കൊണ്ട് ആ കുട്ടി മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ് അറിയില്ല. നമ്മളിങ്ങനെ ചെയ്യണത് കാണുമ്പോൾ അവരും ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കുട്ടികളെ നമുക്ക് പറഞ്ഞ് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് നമ്മുടെ കുട്ടികളെങ്കിലും മാറ്റാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്വയമാണ് നന്നാവേണ്ടത്. നമ്മൾ സ്വയം ആണ് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടണം അത്രയും നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അവർ കാണാണ്ട് വാഷ്റൂമിലൊക്കെ പോയിട്ടൊന്ന് ലൈറ്റായിട്ട് ഇടുക. പിന്നെ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനമല്ല എന്നുള്ളത് അവരെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളെ കാണാനായിട്ട് ഓൾറെഡി നിങ്ങളെ കാണാൻ ഭംഗിയുണ്ട്, നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് സ്കിന്നാണ്, നമുക്ക് അങ്ങനത്തെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു കൾച്ചർ നമ്മളിലേക്ക് എത്തിയിട്ട് അധികം നാളായിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താവുന്നുള്ളതും നമുക്കറിയില്ല. കുറേ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, സൺസ്ക്രീൻ ഇല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങരുത്. കുറേ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേൾക്കുന്നുണ്ട് വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ കൂടെ സൺസ്ക്രീൻ ഇടണമെന്ന്. പക്ഷേ സൺസ്ക്രീൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായാലും ഒരു കെമിക്കലാണ്. അപ്പോൾ എന്നും അതെടുത്ത് തേക്കുന്നത് അത്ര നല്ലതാണെന്ന് തോന്നണില്ല. ഞാൻ കുറേ വീഡിയോസും കുറച്ച് റിസർച്ചൊക്കെ ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ സണ്ണിലേക്ക് ഡയറക്റ്റ് എക്സ്പോഷർ കൊടുക്കുന്ന സമയത്ത് മാത്രം സൺസ്ക്രീൻ ഇട്ടാൽ മതി എന്നാണ്. കാരണം അതും ഒരു കെമിക്കലാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫിസിക്കൽ സൺസ്ക്രീൻസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. ഈ പണ്ടൊക്കെ ഈ ക്രിക്കറ്റ് കളിക്കണവരിങ്ങനെ മുഖത്തൊരു വെള്ളപ്പാട് കണ്ടിട്ടില്ലേ, അതുപോലെ അങ്ങനെ ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. അപ്പോൾ മാക്സിമം നല്ലോണം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മാത്രം സൺസ്ക്രീനൊക്കെ ഇടാനായിട്ട് ട്രൈ ചെയ്യുക. അതും ഒരു കെമിക്കലാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ സ്കിൻ കെയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക, എന്തായാലും ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ വിചാരിക്കാണ്ട് ഒരു മിനിമം സ്കിൻ കെയർ, ഒരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ അത് മിനിമം ആയിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതിൻ്റെ മേലെ കുറേ ലെയറിങ് ചെയ്യാണ്ട് കുറേ സിറം, വൈറ്റമിൻ സി, പിന്നെ എന്താ കുറേ സിറം ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ സിറം ഇടാണ്ട് നിങ്ങളുടെ സ്കിന്നിന് എന്താണ് വേണ്ടതെന്നനുസരിച്ചിട്ടുള്ള സിറം എന്തെങ്കിലും വേണമെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അത്രയും പ്രശ്നങ്ങളുള്ളവർ മാത്രം. വെറുതെ ഒരു പ്രശ്നമില്ലാണ്ട് വെറുതെ കുറേ സിറമൊക്കെ വാരി തേച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് നമുക്കറിയില്ല. കാരണം ഈ ഒരു ജനറേഷനാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ മുന്നത്തെ ജനറേഷന് ഇതറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ തുടങ്ങിയ കാര്യങ്ങളുടെ ആഫ്റ്റർ ഇഫക്റ്റ് അറിയാനായിട്ട് ഇനിയും സമയമെടുക്കും. അപ്പോൾ നമ്മൾ ഒരു പരീക്ഷണ വസ്തു ആവാണ്ടിരിക്കുകയാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്കിന്നും നല്ല ഹെൽത്തും വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാൻ മടിയുള്ള ഒരാളാണ് ഞാൻ, പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ എല്ലാ ടോക്സിൻസും റിലീസ്
റിലീസ് ചെയ്യാനായിട്ട് വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഇൻടേക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ വേറൊരു മുതലാളിമാരുടെയും ഒരു ടോയ് ആയിട്ട് നമ്മൾ മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അവർ പറയുന്നത് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ കുട്ടികളെയും അതുപോലത്തെ ഒരു കൾച്ചറിലേക്ക് കൊണ്ടുപോകാണ്ടിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.